ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിവെച്ച നമ്മുടെ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. സംതൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സകല ചിന്താകുലങ്ങളും, മനസ്സിനെ മഥിക്കുന്ന സകല വേദനകളും യേശുവിൻ്റെ മേൽ ഇട്ടുകൊടുക്കണം. അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് നയിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. വചനം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു: നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. തീർച്ചയായും നമുക്ക് പല കാര്യങ്ങളും പ്രയാസമായിരിക്കുന്നു. നമ്മുടെ പരിമിതികൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ ദൈവം പലരുടെയും ജീവിതത്തിൽ ഒരുക്കുമ്പോൾ നമ്മെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി നിവർത്തിച്ച് തരുവാൻ അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ തന്നെ ആത്മീയ ജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. നാം എല്ലാവരും ഈ നശ്വര ലോകം വിട്ട് ഒരു നാൾ ഇവിടുന്ന് വിട പറയും. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആ നന്മകൾ, അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും നമ്മെ സന്തോഷിപ്പിക്കുന്നത്. യേശു പലപ്പോഴും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയെ നിശിതമായി വിമർശിച്ചിരുന്നു എന്ന് വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ അനുഗമിച്ച സ്വമനസാലെ പരപ്രേരണ കൂടാതെ ഞാൻ നിന്നെ അനുഗമിക്കുന്നു എന്ന് തീരുമാനമെടുത്ത് കർത്താവിനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ യേശു പകർന്നതായ വെളിച്ചം, ആ പ്രകാശം, അത് നഷ്ടപ്പെടുത്തി കളയരുത്, അത് നഷ്ടമായി പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കർത്താവ് പലപ്പോഴും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ പിന്നെ യേശു അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വളരെ മനോഹരമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ. ഇവിടെ ചില ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, കത്തിച്ചു വെച്ച ഒരു വിളക്ക്. 2, പറയുടെ കീഴിലോ കട്ടിൽ കീഴിലോ അത് വയ്ക്കുമാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. വിളക്ക് ഇരിക്കേണ്ടത് തണ്ടിന്മേലാണ്. തണ്ടിന്മേലിരിക്കുമ്പോൾ മാത്രമേ അത് ശോഭിക്കുകയുള്ളൂ, വീട്ടിൽ വരുന്നവർക്ക് വെളിച്ചം അത് വീശുകയുള്ളൂ. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കട്ടിൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി വിശ്രമിക്കുവാനും ഉറങ്ങുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് വീടുകളിലെ ഗാർഹിക ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ ഉപയോഗം ആണല്ലോ ഉള്ളത്. ശയ്യ അല്ലെങ്കിൽ കട്ടിൽ നിദ്രയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരിക്കലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ആ കട്ടിലിൻ്റെ കീഴിൽ കൊളുത്തിയ വിളക്ക് വയ്ക്കാറില്ല. വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അഗ്നിബാധ വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വിളക്ക് അണഞ്ഞു പോകുവാനും സാധ്യതയേറെയാണ്. വിളക്കെപ്പോഴും തണ്ടിന്മേൽ ഉയർത്തി വയ്ക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നത്. കട്ടിലിൻ്റെ കീഴിൽ വിളക്ക് വെച്ചാൽ ആർക്കും ഉപകാരം ഉണ്ടാവുകയില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്. അത് നാം തിരിച്ചറിഞ്ഞ് വിശ്വസ്തരായിട്ട് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മിൽ ഉള്ളതായ വെളിച്ചം തീർച്ചയായിട്ടും അത് ഒരിക്കലും നാം നമ്മുടെ അലസത കൊണ്ട്, ഉറക്കം കൊണ്ട്, ഉദാസീനത കൊണ്ട് അണച്ചു കളയരുത് എന്നാണ് തിരുവെഴുത്ത് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ പ്രകാശവും നഷ്ടപ്പെടുത്താൻ പലപ്പോഴും പിശാച് മനുഷ്യനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ കണിയിൽ അവൻ അകപ്പെട്ടു പോവുകയാണ്. എത്രയോ ആത്മീയ വെളിച്ചമുണ്ടായിരുന്നവർ, പ്രകാശമുണ്ടായിരുന്നവർ മടിയുടെ, ഉദാസീനതയുടെ, ഉറക്കത്തിൻ്റെ, സുഖത്തിൻ്റെ കിടക്കയിൽ അത് അണച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ നാം എല്ലാവരും കർത്താവിൻ്റെ പ്രകാശം ലഭിച്ച എല്ലാവരും അത് ജ്വലിപ്പിക്കേണ്ടതാണ്.
അത് മറ്റുള്ളവർക്ക് പ്രകാശം കിട്ടേണ്ടതിന് തണ്ടിന്മേൽ വെക്കേണ്ട. ദൈവം എവിടെയാണോ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ഏത് സ്ഥാനത്താണോ നമ്മെ നിർത്തിയിരിക്കുന്നത്, അവിടെ ഓരോരുത്തരും ഒരു വിളക്ക് പോലെ പ്രകാശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലൂക്കോസ് 8:16 നാം ഇങ്ങനെ കാണുന്നുണ്ട്: വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, പറ കൊണ്ട് മൂടിയാൽ അത് അണഞ്ഞു പോകും, പാത്രം കൊണ്ട് മൂടിയാൽ അത് അണഞ്ഞു പോകും, കട്ടിൽ കീഴെ വെച്ചാൽ അത് പ്രയോജനപ്പെടുകയില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. പറ എന്ന് പറയുന്നത് അളക്കുവാനുള്ളതാണ്. പാത്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉപജീവന കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഉപജീവന ചിന്തകൾ കൊണ്ടും നമ്മുടെ തന്നെ ചില അളവുകൾ കൊണ്ടും എനിക്കിത്രയും മതി, ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട എന്നുള്ള നാം തന്നെ വെക്കുന്ന ചില അതിരുകളുണ്ട്. ഇതെല്ലാം നിമിത്തം നമ്മുടെ വെളിച്ചം, ആത്മീക പ്രകാശം അണഞ്ഞു പോകാനുള്ള സാധ്യത നാം തിരിച്ചറിയണം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് അനേകർക്ക് പ്രകാശമായി ജീവിപ്പാൻ സമർപ്പിക്കാം. നമ്മുടെ വെളിച്ചം, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ വെളിച്ചം, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ശോഭിപ്പാനായി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഒരു പ്രകാശമായി ഞങ്ങൾ ജീവിക്കുന്ന എല്ലാ മേഖലകളിലും പ്രകാശമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.